ഗൈസ് നമ്മളിപ്പോൾ നമ്മുടെ ഹൈലൈറ്റ് മാളിലാണ് ഉള്ളത്, കോഴിക്കോട്. അപ്പോൾ ഗൈസ് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്. നിങ്ങൾക്ക് പോയവർക്കൊക്കെ അറിയായിരിക്കും. അപ്പം നമ്മളിപ്പോൾ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹൈലൈറ്റ് മാൾ കാണാൻ വേണ്ടി വന്നേക്കുവാണ്. നമ്മൾ ഉള്ളിലോട്ട് കയറി. ഇതാണ് നമ്മൾ ഹൈലൈറ്റ് മാൾ ചുറ്റി കാണാൻ വേണ്ടി വന്നേക്കുവാണ്. ഇത് വലിയതാണ്, ലുലു മാളിനെക്കാട്ടും വലിയ മാളാണെന്നാണ് ഞങ്ങളോട് ആ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇതാ കുറേ സ്കൂട്ടറും ബൈക്കൊക്കെ ഓഫറിന് വിൽക്കുന്നുണ്ട്. ഇവിടെ കുറേ കടകളുണ്ട്. ഇവിടെ കൂടുതലും നമ്മളുടെ ഫാഷൻ ഐറ്റംസ് ആണുള്ളത്. ഇപ്പം നമ്മൾ എസ്കലേറ്ററിൽ കയറി പോവുകയാണ് മുകളിലോട്ട്. നമുക്ക് മുകളിലോട്ട് പോയിട്ട് നമുക്ക് കുറച്ച് ചുറ്റിക്കാണാനൊക്കെ ഉണ്ട്. ഇതിൻ്റെ മുകളിലാണ്, ടോപ്പ് ഫ്ലോറിലാണ് നല്ല കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത സെക്ഷനിലാണ്, അടുത്ത നിലയിലാണ് ഈ മിഠായിയും അതൊക്കെ വരുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഫാഷൻ ഐറ്റംസ്, ഷൂസ്, ബാഗ്സ്, ചെരുപ്പ് അങ്ങനത്തെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലത്താണ്. ഇവിടെ പെർഫ്യൂമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഒരു മണം കൊടുത്തു കഴിഞ്ഞാൽ ആ മണത്തിനനുസരിച്ച് നമുക്ക് പെർഫ്യൂം ഉണ്ടാക്കി തരും. ഇപ്പം നമ്മൾ അടുത്ത നിലയിലോട്ട് പോവാണ്. ഇതാണ് ആ പെർഫ്യൂമിൻ്റെ കട. അപ്പോൾ നമ്മളിതിപ്പം മുകളിലോട്ടെത്തും. ഇവിടെയാണ് ഇതൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് അവിടെ അറിയാമായിരിക്കും, സ്നോ ഫാൻറ്റസി എന്ന് പറയുന്ന ഒരു പാർക്കുണ്ട് അവിടെ. അപ്പോൾ ഗൈസ് ഇത് അതിൻ്റെ ഒരു ട്രെയിനാണ്. ഇത് പാണ്ടയാണ്. അപ്പോൾ ഗൈസ് ഇത് നമ്മുടെ ഒരു ചേട്ടനാണിത്. ഈ ചേട്ടൻ നമ്മളിവിടെ ഏത് ചിത്രം കൊടുത്താലും അത് നമുക്ക് വരച്ചു തരും. ഇതൊക്കെ ഈ ചേട്ടന്മാർ വരച്ച ചിത്രങ്ങളാണ്. ഇവിടെ 3 ചേട്ടന്മാരുണ്ട്. ഇന്ന് 2 ചേട്ടന്മാരെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ ചിലവർ വന്നിട്ട് ഓർഡർ ചെയ്തിട്ട് പോവുകയാണ്. അപ്പോൾ അതാണ് ഇവിടെ വരച്ചുകൊണ്ടിരിക്കുന്നത്. ലൈവായിട്ട് ഇവിടെ വരച്ചു കൊടുക്കും. ഇതിപ്പം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 2 ചേട്ടന്മാരാണ് വരയ്ക്കുന്നത്. ഇവർ 2 പേരും ആർട്ടിസ്റ്റുകളാണ്. ഇവർ വരച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്മൾ. ഇതാണ് ഈ നമ്പർ. അപ്പോൾ ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മളിനി ഭക്ഷണം കഴിക്കാനാണ് പോകുന്നത്. ഇവിടെ കുറേ വലിയ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു അമീബ എന്ന് പറയുന്ന പ്ലേ പാർക്ക് കണ്ടോ. ഇതൊക്കെ അവിടെ കളിക്കാനുള്ള സാധനങ്ങളാണ്. നമുക്കിവിടെ ഇഷ്ടം പോലെ കളികൾ കളിക്കാം. ഇതിവിടെ വലിയൊരു റെസ്റ്റോറൻറ്റ് ഏരിയയാണിത്. നമുക്കിനി ഭക്ഷണം കഴിക്കാൻ പോകണം. നമ്മൾ മാക്ഡൊണാൾഡ്സിലാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരു ഹെയ് പഞ്ചാബ് എന്ന് പറയുന്ന കടയാണ്. ഇത് സ്കൂൾ മാർട്ടാണ്. ഇവിടെ പഠിക്കാനുള്ള സാധനങ്ങളൊക്കെയാണുള്ളത്. ഇവിടെ ഇത് അൽ മഹദ എന്ന് പറയുന്ന ഷോപ്പാണ്. ഇതിൻ്റെ ഉള്ളിൽ മിഠായി, ക്യാൻഡീസ്, ഡ്രൈ ഫ്രൂട്ട്സ്, ജ്യൂസസ്, വൈൻസ് അതൊക്കെയാണ്. ഇപ്പം നമ്മളുള്ളത് സ്കൂൾ മാർട്ടിലാണ്. നമ്മളിപ്പോൾ ഉള്ളത് സ്കൂൾ മാർട്ടിലാണ്. ഇവിടെ കുറേ ബുക്കൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. നല്ലോണം അടുക്കി ക്ലീൻ ചെയ്താണ് ഇവർ വച്ചേക്കുന്നത്. അപ്പം ഇപ്പുറത്ത് കാണുന്നത് നെർഫ്സിൻ്റെ ഗണ്ണാണ്. ഞാനതൊക്കെ നോക്കുന്നുണ്ട്. അപ്പം ഇവിടെ സ്കൂളിൽ പോകാനുള്ള പിള്ളേർക്കൊക്കെ പറ്റിയ ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു ഫുട്ബോൾ കളിക്കുന്ന ഒരു മെഷീൻ ഉണ്ട്. ഫൂസ്ബോൾ എന്ന് പറയുന്ന ഗെയിമാണിത്, ബോർഡ് ഗെയിം. നമുക്ക് ഫുട്ബോൾ ബോർഡിൽ കളിക്കാൻ പറ്റും. ഇതൊക്കെ സ്റ്റഡി ടേബിളാണ്. ഇവിടെ കുറേ സ്റ്റഡി ടേബിൾ ഉണ്ട്. ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ടോയ്സ് ഉണ്ട്. ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇത് എജു മാർട്ടിൻ്റെ ബ്രാൻഡിൻ്റെ സ്കൂൾ മാർട്ടാണ്. ഇപ്പം നമ്മൾ സ്കൂൾ മാർട്ടിൽ തന്നെയാണുള്ളത്. ഇതാണ് അവിടുത്തെ ജോലിക്കാർ. അപ്പം നമ്മളിപ്പോൾ അവിടുന്ന് ഇറങ്ങുവാണ്. നമ്മളിപ്പോൾ ഉള്ളത് കഡ്ലി എന്ന് പറയുന്നൊരു ഷോപ്പിലാണ്. ഇത് ഐസ്ക്രീം കടയാണ്. ഇത് ഹെയ് പഞ്ചാബ് എന്ന് പറയുന്ന ഒരു കടയാണ്. ഇവിടെ നിൽക്കുന്ന ഒരു സിഖുകാരനാണ് ഇവിടെ ഈ ഓർഡറൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഇത് ഹൊറർ ലാൻഡാണ്.
ഹൊറർ ലാൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഹൊറർ ഹൗസ് പോലെ തന്നെ. ഇപ്പം നമ്മളിനി മെക്ഡൊണാൾഡ്സിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോവാണ്. നമ്മളിത് ഓർഡർ കൊടുക്കുവാണ്. ഇതാണ് ഓർഡർ കൊടുക്കുന്നത്. നമ്മൾ ഒരു സ്പ്രൈറ്റും പിന്നെ ഒരു കോക്കും പിന്നെ നമ്മളൊരു ചിക്കൻ ബർഗർ അതൊക്കെയാണ് മേടിച്ചത്. ഇപ്പം ഇത് സൗർ സ്പ്രേ എന്ന് പറയുന്ന ഒരു സ്പ്രേ ആണ് ഞങ്ങൾ മേടിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഇതാണ് മെക്ഡൊണാൾഡ്സിൻ്റെ ആ ചേട്ടൻ. അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് ഫുഡ് തിന്നാൻ പോവുകയാണ്. അപ്പം നമ്മൾ മേടിച്ചത് ബ്രോസ്റ്റഡ് ചിക്കനും ബർഗറും ഒരു ഹാപ്പി മീലാണ് ബർഗർ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഈ ഫ്രൈഡ് ചിക്കന് ഭയങ്കര എരിവായിരുന്നു. ഞങ്ങൾ സ്പൈസിയാണ് മേടിച്ചത്. സ്പൈസി ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. അപ്പം എരിവ് കാരണം ഞങ്ങളിത് കുടിക്കാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ. കാരണം ഇതിനാണെങ്കിൽ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ തിരിച്ച് ഇറങ്ങുവാണ്. ഇത് അവിടുത്തെ ആ സ്നോ ഫാൻറ്റസി പാർക്കിലോട്ടുള്ള എക്സ്പ്രസ് ആണ്, ട്രെയിനാണിത്. അപ്പം ഇവിടെ നിങ്ങളെല്ലാവരും വരണം സ്നോ ഫാൻറ്റസി പാർക്കിലൊക്കെ. അപ്പോൾ തന്നെ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യുക.